കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പെറ്റ് ഷോപ്പുകൾക്ക് കൂടുതൽ ഇരുട്ടടിയായി വ്യത്യസ്ത ഇനം ഡോഗുകളുടെ നിരോധനം. 23 ഇനം ഡോഗുകളെയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. നിരോധിച്ച ഡോഗുകളിൽ റോട്ട്വീലർ ഇനത്തിൽപ്പെട്ട നായകളാണ് കൊല്ലം ജില്ലയിൽ കൂടുതലുള്ളത്. പിറ്റ്ബുൾ, അമേരിക്കൻ ബുൾഡോഗ്, ഡോഗോ, അർജന്റീന തുടങ്ങിയ ഇനങ്ങളും വളർത്തുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ്. കൊല്ലം ജില്ലയിലെ പെറ്റ് ഷോപ്പുകളുടെയും ബ്രീഡർമാരുടെയും വരുമാനത്തിന്റെയും നല്ല ഭാഗവും റോട്ട്വീലർ ഇനത്തിന്റെ വിൽപ്പനയും പ്രജനനവുമാണ്. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പെറ്റ് ഷോപ്പുകൾക്ക് കൂടുതൽ ഇരുട്ടടിയായിരിക്കുകയാണ് വ്യത്യസ്ത ഇനം ഡോഗുകളുടെ നിരോധനമെന്ന് വർഷങ്ങളായി പെറ്റ് ഷോപ്പ് നടത്തുന്ന ശ്രീലാൽ പറയുന്നു. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഡോഗുകളെയാണ് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുട്ടികളെയാണ് കൂടുതൽ സെയിൽ നടക്കുന്നത്. പെറ്റ് ഷോപ്പ് മുഖാന്തരമാണെങ്കിലും എല്ലാവർക്കും ആവശ്യക്കാർ അതിനെയാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഡോഗിനെ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ്, ആക്സസറീസ്, അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു കച്ചവടം നേരെ അങ്ങ് താഴെ പോകും. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ് ഒരു ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് കച്ചവടം. അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് പെറ്റ് ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ സെയിലും എല്ലാം ഭയങ്കരമായിട്ട് കുത്തനെ താരം. ഇപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് വന്നതിന് അല്ല, നിരോധിക്കാൻ പറഞ്ഞ കാരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഡോഗിനെ നല്ല രീതിയിലും വളർത്താം, മോശമായ രീതിയിലും വളർത്താം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താൻ പറ്റും. ഒരു റോഡ് വീലറിനെ ഭയങ്കര പെറ്റായിട്ട് പെരയ്ക്കാത്തും വളർത്താം, വയലൻ്റായിട്ടും വളർത്താം. അത് വളർത്തുന്ന ആളുടെ രീതിയാണ്. വിവിധ ഇനത്തിൽപ്പെട്ട നായകളെ പരിശീലനം നൽകി ഉപയോഗപ്രദമാക്കാമെന്നിരിക്കെ നിരോധനം ശാസ്ത്രീയമല്ല എന്നാണ് ബ്രീഡർ കൂടിയായ ഇദ്ദേഹം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.